ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞാൽ ഗുഡ് ന്യൂസ് മാത്രമല്ല സർപ്രൈസ് തരാൻ വേണ്ടിയിട്ടാണ് വന്ന് നടക്കുന്നത്. സർപ്രൈസ് വേറെ ഒന്നുമല്ല, ഇന്ന് മെയ് 28, 2024 ഞാൻ ചൈനയ്ക്ക് പോകുകയാണ്. അപ്പോൾ ഈ ഒരു സന്തോഷ വാർത്ത നിങ്ങളാണ് എൻ്റെ സന്തോഷം. അപ്പോൾ എൻ്റെ സന്തോഷം നിങ്ങളുമായി പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. ഇതാ ഇന്ന് രാത്രി 10 മണിക്ക് കൊച്ചിയിൽ നിന്നാണ് എൻ്റെ ഫ്ലൈറ്റ്. അത് ഞാൻ പോണത് എൻജോയ്മെൻറ്റ് പ്ലസ് എൻ്റെ ബ്രദറും വൈഫും അവിടെ ഉണ്ട്. അതുമല്ല എൻ്റെ പ്രൊഫഷണലിൽ ഞാനൊന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു പ്രാവശ്യം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏത് നിമിഷം നമുക്ക് ഒരു അപ്ഗ്രേഡ് ആവണം, നമ്മുടെ പ്രൊഫഷണൽ നമ്മൾ കുറച്ച് കുറവാണെങ്കിൽ അപ്ഡേറ്റ് ആവണം, എപ്പോഴും അപ്ഡേറ്റ് ആവണം. ഞാൻ എൻ്റെ പ്രൊഫഷണൽ പാഷനാണെന്ന് പറയാം. അപ്പോൾ അതിൽ എനിക്ക് എപ്പൊക്കെ പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ആ നിമിഷം മുഹൂർത്തം ഒന്നും നോക്കാണ്ട് ഞാൻ ഇതാ ഇപ്പോൾ പോവുകയാണ്. ഒരു മാസത്തേക്കാണ് ചൈനയ്ക്ക് പോണത്. ചൈനയ്ക്ക് പോണത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ. കാരണം വെച്ചാൽ അവരുടെ മസാജ് പ്രഷർ പോയിന്റ് വെച്ചിട്ട് മസാജ്, സൂത്തിങ് മസാജ്, അതുമല്ല ന്യൂ അപ്ഡേഷൻ ഉള്ള കുറേ മിഷനറീസ്, ബ്യൂട്ടി പ്രോഡക്റ്റ്. വേൾഡിൽ മൊത്തം നമുക്കറിയാം ചൈനയിലത്തെ ഒരു പ്രൊഡക്റ്റ് ഇല്ലാത്ത ഒരു വീട് പോലും ഉണ്ടാവില്ല. കാര്യം ചൈനയിലത്തെ പ്രൊഡക്റ്റിനെ നമ്മൾ അയ്യേ ചൈനയാണോ എന്നൊക്കെ പറഞ്ഞാലും ഏതൊരു പ്രൊഡക്റ്റിൻ്റെ ബാക്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മെയ്ഡ് ഇൻ ചൈന എന്നുണ്ടാവും. അപ്പോൾ അതുമല്ല ബിസിനസ്സിൻ്റെ ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ ഒരു ട്രിക്ക് ചൈനക്കാർക്ക് ഒരുപാടുണ്ട്. അപ്പോൾ ഇതെല്ലാം അവരുടെ പഠിപ്പ്, അവരുടെ ലൈഫ് സ്റ്റൈല്, അവരുടെ ഫുഡ്, പിന്നെ അതേമാതിരി അവിടുത്തെ ക്ലൈമറ്റ് എല്ലാം ഒന്ന് അറിഞ്ഞിട്ട് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോണത്. ഞാൻ ആദ്യമായിട്ടാണ് ഇൻ്റർനാഷണൽ കൺട്രിയിൽ പോണത്. ഫ്ലൈറ്റിൽ ഇതിൻ്റെ മുമ്പേ കയറിയിട്ടുണ്ട്, പക്ഷേ എന്നാലും ഇൻ്റർനാഷണൽ ഫ്ലൈറ്റിലേക്ക് പോണതൊക്കെ ആദ്യമായിട്ടാണ്. പിന്നെ ഞങ്ങൾ 4 മണിക്കൂർ സിംഗപ്പൂർ സ്റ്റേ ചെയ്തിട്ടാണ് പോണത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു വേൾഡിലെ ഏറ്റവും വലിയ ഒരു എയർപോർട്ടാണ് സിംഗപ്പൂർ എയർപോർട്ട്. അത് കാണാതെ ഇരിക്കരുത്. ആ 4 മണിക്കൂർ എവിടെ ഇരിക്കാണ്ട് ഫുൾ കവർ ചെയ്യണം, കാണാത്ത ആൾക്കാർക്ക് അത് കാണിച്ചു കൊടുക്കണം എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുമല്ല ഞാനിപ്പോൾ അമ്പലത്തിലൊക്കെ പോയി തൊഴുത് നമ്മുടെ പറയണമല്ലോ, നമുക്ക് ദേവിയോട് പറയണം ഞാൻ പോവുകയാണ്, എല്ലാം നല്ല പോലെ എൻ്റെ മക്കളേനെയും എൻ്റെ സ്ഥാപനത്തിനെയും എൻ്റെ വീടിനെയും ഒക്കെ കാത്ത് സൂക്ഷിക്കണേ, ഞാൻ എന്ത് ദൗത്യത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ എന്ത് എയിമോട് കൂടിയിട്ട് പോണു അതേപോലെ അതൊക്കെ ഭംഗിയായിട്ട് നിറവേറ്റിയിട്ട് ഒരുപാട് അറിവ് കൊണ്ട് ഇങ്ങോട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ട് കുറേ പർച്ചേസിംഗ് ഒക്കെ നടത്തി. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോൾ വിചാരിച്ചു ഷോപ്പിൽ വന്നിട്ട് ഒരു വീഡിയോ പോകുന്നതിന് മുമ്പേ ഈ ഒരു സന്തോഷം വാർത്ത എൻ്റെ ഷോപ്പിൽ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് വന്ന് നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും എൻ്റെ വീഡിയോ കാണണം, അതേമാതിരി എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. കുറേ കാര്യങ്ങൾ നമുക്ക് ചൈനയിൽ നിന്ന് പഠിക്കാനുണ്ട്. ഇതെല്ലാം ഈ ഒരു മാസം കൊണ്ട് ഞാൻ കവർ ചെയ്തിട്ട് വരാൻ വേണ്ടിയിട്ടാണ് പോണത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇതേമാതിരി തുടരെ കണ്ടിട്ട് എനിക്ക് കമൻസ് ഇടണം. അതേമാതിരി ചൈന കണ്ടവരുണ്ടാവും, അല്ലെങ്കിൽ ചൈനയെ വീഡിയോ പിടിച്ച ആൾക്കാർ, കുറേ വായിച്ച ആൾക്കാരുണ്ടാവും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ കമൻറ്റിൽ എനിക്ക് അറിയിക്കുക, ഇന്നത് കവർ ചെയ്യുക, അല്ലെങ്കിൽ ഇത് എങ്ങനെയാ അതെങ്ങനെയാ, എല്ലാം എനിക്ക് മാക്സിമം പറ്റണത് ഞാൻ അവിടെ നിന്നൊക്കെ കവർ ചെയ്തിട്ട് വീഡിയോ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്കൊക്കെ കാണിച്ചു തരും. എല്ലാവരും പ്രാർത്ഥന വേണം, എല്ലാവരും വീഡിയോ കാണണം, എല്ലാ ഫ്രണ്ട്സിനും എൻ്റെ വീഡിയോസ് സെൻഡ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. സാധാരണ ഒരു ലേഡി, അതായത് ഒന്നും എനിക്ക് കാര്യമായിട്ട് ഒന്നും അറിയില്ല, സാധാരണ ഒരു ലേഡി സീറോയിൽ നിന്ന് ഒരു ബിസിനസ് ചെയ്തിട്ട് മക്കളെ വളർത്തി കല്യാണം കഴിച്ചു, അതേമാതിരി ഫാമിലി ഉണ്ട്, സ്ഥാപനമുണ്ട്, ഒരു മണപ്പുറം ഫൗണ്ടേഷനിൽ ഒരു ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ എനിക്ക് ചൈനയിലേക്ക് പോകണം എന്നൊരു സ്വപ്നം ഉണ്ടായിരുന്നു. ആ സ്വപ്നം ഞാൻ അന്ന് വിത്തിട്ട കാരണമാണ്. പൗലോ കൊയ്ലോ പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ ഏതൊരു സ്വപ്നം നമ്മൾ നിരന്തരമായിട്ട് അതിനെക്കുറിച്ചിട്ട് ശ്രമിച്ച് അതിനെ ഡ്രീം കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു ദിവസം അത് സഫലീകരിക്കും എന്ന് നമ്മളൊക്കെ വായിച്ചിട്ടുണ്ടെന്നല്ല നമ്മൾ കുറേ കേട്ടിട്ടുണ്ട്. അതുപോലെ എപ്പോഴും പ്ലെയിൻ കാണുമ്പോൾ, മുകളിൽ കൂടെ പ്ലെയിൻ പോകുമ്പോൾ ഞാൻ എപ്പോഴും സ്വപ്നം കണ്ടു, ഭഗവാനെ എനിക്ക് എന്നാ പറ്റുക ഒന്ന് ഇൻ്റർനാഷണൽ കൺട്രിയിലേക്ക്. കാര്യം എൻ്റെ 3 ബ്രദറും ഇൻ്റർനാഷണൽ കൺട്രിയിലാണ്.
പക്ഷെ എനിക്ക് അതിനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല എന്ന് പറയാം. ഇന്നാണ് എനിക്ക് ആ ഒരു ഭാഗ്യം കിട്ടി കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ എന്താ പറയുക, നിങ്ങൾക്ക് അറിയാലോ, ഒരു ഇൻ്റർനാഷണൽ കൺട്രി, അതുമല്ല ബിസിനസ്സിൻ്റെ കാര്യത്തിലും ബ്യൂട്ടിയുടെ കാര്യത്തിലും മിഷനറീസിൻ്റെ കാര്യത്തിലും ചൈന എന്ന് പറഞ്ഞാൽ ഭയങ്കര ടോപ്പ് ലെവലിലുള്ളതാണ്. ആ ഒരു സ്ഥലം കാണാൻ പോവുക എന്ന് പറഞ്ഞാൽ എന്നെ പോലെ സാധാരണ ലേഡിക്ക് എത്രമാത്രം എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവുമെന്ന് നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റും. പക്ഷേ എനിവേ, നിങ്ങൾ ആരും എൻ്റെ കൂടെ ഇല്ലെങ്കിലും ഞാൻ വീഡിയോയിലൂടെ നിങ്ങളെല്ലാവരെയും കാട്ടിയിട്ട് ഈ വീഡിയോസ് ഉണ്ടാക്കാം. അപ്പോൾ ഇന്ന് 10 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ ബൈ ഫ്രണ്ട്സ്.